ഹായ് എവറി വൺ 2024 ജൂണിൽ നടന്നിട്ടുള്ള ബൈ ട്രാൻസ്ഫർ പോസ്റ്റിലേക്കുള്ള HST ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസർ കീയും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. പാർട്ട് 1, പാർട്ട് 2 ഭാഗത്തു നിന്നുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ മോഡേൺ പീരീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസറായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, റോയൽ സപ്പോർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവുമായിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിനെ കുറിച്ച് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ വൈക്കം സത്യാഗ്രഹ ആർ കറക്റ്റ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി, വക്കം മൗലവി ഇവർ ഫൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 2 അവരുടെ പേരും, അപ്പോൾ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. അതുപോലെ തന്നെ സഹോദര സംഘം കെ അയ്യപ്പൻ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം മൗലവി ആൻഡ് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ വിച്ച് എമംഗ് ദ ഫോളോവിങ് വേർ യൂസ്ഡ് ആസ് എ പ്രൊപ്പഗാൻഡ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ടൂൾ ഓഫ് ദ നാഷണലിസ്റ്റ്. താഴെ തന്നിട്ടുള്ള 4 ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊപ്പഗാൻഡ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ടൂൾ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യങ്ങളാണ് ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കോൺഗ്രസ് റേഡിയോ, ആസാദ് ഹിന്ദ് റേഡിയോ, ഈ 2 കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ Lunar Polar Exploration Mission (LUPEX) is a joint mission between which of the 2 space agencies എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ISRO ആൻഡ് ജിക്സ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഗഗൻ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഗഗൻ എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പാൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. GPS aided geo augmented navigation. Next one child labor global estimates 2020 trends and the road forward is a report on child labor. Identify the agency that released the report. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദ ILO ആൻഡ് ദ യൂണിസെഫ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഹു ഈസ് ദ ഏബൽ പ്രൈസ് ലൊറേറ്റ് ഓഫ് 2024 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, മിഷേൽ തലാഗ്രാൻഡ്. നെക്സ്റ്റ് വൺ ദ ടേം ജ്യൂസ് ജാക്കിംഗ് റെഫേഴ്സ് ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, എ ഫോം ഓഫ് സൈബർ അറ്റാക്ക്. അതിനെയാണ് നമ്മൾ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ജെയിൻ പോപ്പുലേഷൻ. ജെയിൻ പോപ്പുലേഷൻ കൂടുതലുള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വയനാടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ദാറ്റ് ഓപ്പൺഡ് ഇറ്റ്സ് ബ്രാഞ്ച് ഇൻ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി HDFC ബാങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ As per the Right to Information Act of 2005, which of the following statement is or are correct? 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അതായത് ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ്. 14th ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ തീം ഓഫ് ദ നാം സമ്മിറ്റ് 2024. 2024 നാം സമ്മിറ്റിൻ്റെ തീം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്, ഡീപ്പനിങ് കോപ്പറേഷൻ ഫോർ ഷെയർഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എന്നായിരുന്നു അതിൻ്റെ തീം.
നെക്സ്റ്റ് വൺ, വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ഇൻ്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ്? ഓപ്ഷൻ ഡി ഏപ്രിൽ 18 കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആക്ടിവിറ്റി അറ്റ് ദ ഇവാലുവേറ്റ് ലെവൽ ഓഫ് ബെഞ്ചമിൻ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. ദ ലേണർ റൈറ്റ്സ് ആൻ അപ്രീസിയേഷൻ ഓഫ് എ പോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following functions of teaching English in India does not support the catalytic role of English in social welfare or social transformation in India എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ് നീഡഡ് ഫോർ ഡെവലപ്പിംഗ് എസ്തെറ്റിക് സെൻസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ ടെസ്റ്റിംഗ് ഓറൽ എക്സ്പ്രഷൻ ആക്യുറേറ്റ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദ എബോവ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 19th question, at which of the following stages can a teacher start using verbal symbols with students? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 20th question, ഒബ്ജക്റ്റിവിറ്റി ഓഫ് എ ടെസ്റ്റ് ഐറ്റം മീൻസ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഡെഫിനിറ്റ്നെസ് ഇൻ ദ ആൻസർ എക്സ്പെക്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് ലിസണിങ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. 22nd question, the concept of the law of effect refers to which of the following? താഴെ കൊടുത്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ലോ ഓഫ് എഫക്റ്റിനെ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ലോ ഓഫ് എഫക്റ്റിനെ റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a characteristics of summative evaluation? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഇങ്ങനെയാണ്. ആൻ ഇംഗ്ലീഷ് ടീച്ചർ ക്രിയേറ്റ്സ് എ കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഹെർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹൈപ്പോത്തസിസ് ഓഫ് ക്രാഷൻസ് തിയറി ഫോംസ് ദ ബേസിസ് ഫോർ ദിസ് ആക്ട് ഓഫ് ദ ടീച്ചർ? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. The affective filter hypothesis. Next one, in which of the following options errors are tolerated and seen as a natural outcome of development of language skills? Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. The communicative approach. Next question, which of the following approaches has as its basic principle gaining access to the reserve powers of the mind? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. സജസ്റ്റോപീഡിയ. 27th question, എ ടീച്ചർ ഈസ് കൺസേൺഡ് അബൌട്ട് ദ ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് ആബ്സെൻറ്റീസം എമംഗ് ഹെർ സ്റ്റുഡൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് വിൽ ഹെൽപ്പ് ഹെർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ആക്ഷൻ റിസർച്ച്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൂൾസ് ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദ ഒബ്സർവേഷൻ ഇവാലുവേഷൻ ടെക്നിക്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒബ്സർവേഷൻ ഷെഡ്യൂൾ, ചെക്ക് ലിസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്. 2, 3, 4 കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്. 29th question, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗിഫ്റ്റഡ് ചൈൽഡ്? ഒരു ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് താഴെ കൊടുത്തതിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓൾ ഓഫ് ദ എബോവ്. മുകളിൽ പറഞ്ഞ 4 ഓപ്ഷൻസും ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Next, 30th question, the aim of teaching English in India as per the National Curriculum Framework NCF 2005 is to create dash. Option C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. To create multilingual learners എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യോ how beautiful you are, ears like hibiscus, skin like young mango leaves, lips like rolls of silk. Whose words are these? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് മൗര്യ തിങ്ക് വിൽ സ്റ്റോപ്പ് ബാട്ട്ലി? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 4th one, ദ യങ് പ്രീസ്റ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ തീം ഓഫ് വെയിറ്റിംഗ് ഫോർ ഗോദോത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അബ്സേർഡിസ്റ്റ് ഹ്യൂമർ, എൻഡ്ലെസ് വെയിറ്റിംഗ്, കൺസെപ്ഷൻ ഓഫ് ടൈം, ഇതെല്ലാം ഈ ഒരു ഡ്രാമയിൽ നമ്മൾ കാണുന്നതാണ്. സോ 4ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നൺ ഓഫ് ദ എബോവ് എന്നാണ്. ഓപ്ഷൻ സി അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
none of the above. Question number 34. Where did the scorpion hide during the rain? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്, ബിനീത്ത് സാക്സ് ഓഫ് റൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫീച്ചർ ഓഫ് കമലാദാസ് പോം ആൻ ഇൻട്രൊഡക്ഷൻ? കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോത്തിൻ്റെ ഒരു ഫീച്ചർ ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കോൺവെർസേഷണൽ ടോൺ എന്നാണ്. നെക്സ്റ്റ് വൺ. ദ തീം ഓഫ് ദ പോം ടെലിഫോണിക് കോൺവെർസേഷൻ, അതല്ലെങ്കിൽ ടെലിഫോൺ കോൺവെർസേഷൻ ഈസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ, അബ്സേർഡിറ്റി ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലാമിസ് ഹാത്ത് മർഡേർഡ് സ്ലീപ്പ്, മാക്ബത്ത് വിൽ സ്ലീപ്പ് നോ മോർ. ഹൂ ഈസ് ദ സ്പീക്കർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ മാക്ബത്ത് തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മാക്ബത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട്സൈഡ് ദർ ഇൻ ദ എൻട്രി ഫോർ ഐ സോ ഇറ്റ്, വാട്ട് ഡിഡ് ദ വൈഫ് സീ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്പെയ്ഡ് ആണ്, സ്പെയ്ഡ്. നെക്സ്റ്റ് വൺ. ഐ നോ സോ വെൽ what becomes of unmarried women who are not prepared to occupy a position. Whose words are these? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അമാൻഡ. ദ പോം ഡാഡി വാസ് പബ്ലിഷ്ഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 1965. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പോമത്തിലെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് പോം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Keen as are the arrows of that silver sphere, whose intense lamp narrows in the white dawn clear, until we hardly see, we feel that it is there. Identify the poem. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് മൂന്നാമത്തെ പോമാണ്, ടു എ സ്കൈലാർക്ക്. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫീച്ചർ ഓഫ് വേർഡ്സ്വർത്ത്സ് പോയട്രി? വേർഡ്സ്വർത്തിൻ്റെ പോയട്രിയുടെ ഒരു ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് നാലാമത്തെ ഓപ്ഷൻ, അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഓഫ് ആക്ച്വൽ ലൈഫ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ. ദ ലൈൻ ഐ ഹാവ് ഗ്രോൺ അക്കസ്റ്റംഡ് ടു യുവർ വോയിസ് ആൻഡ് അപ്പിയറൻസ് ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ പിഗ്മാലിയൻ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള സ്പീക്കർ ആരാണ് ആ ഒരു ഡ്രാമയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് നാലാമത്തെ ആൾ, പ്രൊഫസർ ഹിക്കിൻസ്. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഈസ് എ ഡാഷ് സോണറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ പെട്രാർക്കൻ സോണറ്റ്. നെക്സ്റ്റ് വൺ. Which of the following is not an interpretation of what Linda says in Death of a Salesman? We are free and clear. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്ന സമയത്ത് ദേ ഹാവ് ഫ്രീ വിൽ എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദേ ഹാവ് ഫ്രീ വിൽ, മൂന്നാമത്തെ ആ ഒരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലിറ്റററി devices are not used in the poem? ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ. താഴെ കൊടുത്തിട്ടുള്ളത് കുറച്ച് പോയറ്റിക് ഡിവൈസസ് ആണ്, ലിറ്റററി ഡിവൈസസ് ആണ്. ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യാത്ത ലിറ്റററി ഡിവൈസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബോവ് ആണ്, അതായത് സിമിലി ആൻഡ് മെറ്റഫർ, എൻജാംപ്മെൻറ്റ്, ഇമേജറി, ഇതെല്ലാം നമുക്ക് ആ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ല, നൺ ഓഫ് ദ എബോവ് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ. നെക്സ്റ്റ് വൺ. ലേഡി ബ്രാക്നൽ ഈസ് എ ക്യാരക്ടർ ഇൻ ഡാഷ്. ലേഡി ബ്രാക്നൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിലെയാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയിലെ ക്യാരക്ടറാണ്. നെക്സ്റ്റ് വൺ. ഹു ഈസ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ എമൗണ്ട് ഫ്രം ചാൾസ് ഫോളോവിങ് ദ ഓപ്ഷൻ ഇൻ ദ പ്ലേ സ്കൂൾ ഫോർ സ്കാൻഡൽ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ദാറ്റ് മീൻസ് സ്റ്റാൻലി ആണ് ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ ഫോർ ഓൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹാർട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത്, അതായത് പേഴ്സോണിഫിക്കേഷൻ.
നെക്സ്റ്റ് വൺ, ഇൻ ദ കൺക്ലൂഷൻ ഓഫ് ദ പ്ലേ എ ഡോൾസ് ഹൗസ് ഓഡിയൻസ് ഹിയേഴ്സ് ഡാഷ്. എ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഡ്രാമയുടെ അവസാനം ഓഡിയൻസ് എന്താണ് കേൾക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുന്ന സമയത്ത് എ ഡോർ സ്ലാമിങ് എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, വാട്ട് അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബേക്കൺ ഈസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ടു ജഡ്ജ് തിങ്സ് എൻറ്റയർലി ബൈ ദ റൂൾസ് ഓഫ് സ്റ്റഡീസ്. നെക്സ്റ്റ് വൺ, ദ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ട്രംപറ്റ് ക്ലബ് ഈസ് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി, സർ ജെഫ്രി നോച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ഐ റിസൾട്ട് വിത്ത് ദ ക്ലോസസ് ആൻഡ് സെക്ഷൻസ് ഹിസ് വോയിസ് റോസ് ലൈക്ക് എ ഗെയിൽ. വേർ ഡസ് ദിസ് ഇൻസിഡൻറ്റ് ടേക്ക് പ്ലേസ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓൺ എ മൂവിങ് ട്രെയിൻ. നെക്സ്റ്റ് വൺ, according to Bertrand Russell, what is the heritage from the Roman Empire and the Catholic Church? Option C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. The ideal of an international culture. Next one, name the principal narrative voices of The Wuthering Heights. Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Lockwood and Nellie Dean. Next one, on what grounds does Napoleon pronounce a death sentence on Snowball? Option B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. For overthrowing the windmill. Next question, who is Johann Klein in The God of Small Things? Option D ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. A carpenter from Bavaria. Next one, mention the role of Manolin in The Old Man and the Sea. Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Santiago's Companion. Next one, how many sections does the novel The Bluest Eye have? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 4 ആണ്. 4 സെക്ഷൻസ് ആണ് നോവലിനുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഇ.എം. ഫോസ്റ്റർ, വാട്ട് ഈസ് ദ ഓൺലി സൗണ്ട് ഫൗണ്ടേഷൻ ഫോർ എ സിവിലൈസേഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ സൗണ്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. എ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നെക്സ്റ്റ് വൺ, what is the movement that Claude Lévi-Strauss is closely associated with? Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Structuralism. Next one, what are the shortcomings of the feminist critic found by Elaine Showalter? Option D ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. It is male oriented and naturalizes women's victimization എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. Next one, what are the 2 objections that might be raised to the position that the bond between the signifier and the signified is arbitrary? Option B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Onomatopoeia and interjections. Next one, according to T.S. Eliot, when should tradition be positively discouraged? കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുന്നത് if tradition is the blind adherence to the successful models of previous generations എന്നാണ്. Next one, Matthew Arnold feels that we must set the standard of poetry high because option B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Poetry has high destinies. Next question, why does S.T. Coleridge feel that his poems in the lyrical ballads appeared rather an interpolation of heterogeneous matter? Option C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Number of Wordsworth's poems was much larger. Next one, what prevented William Wordsworth from writing a preface to the first edition of Lyrical Ballads? Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Reader would look coldly upon his arguments and shortage of space. Next question, as suggested by Aristotle, to what extent are epic and tragedy similar? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. They intimate serious subjects in a grand kind of verse. Question number 69, how is Rasa evoked? രസ ഇവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ത്രൂ എ ബ്ലെൻഡിങ് ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യാഭിചാരി ഭാവ. നെക്സ്റ്റ് വൺ, നെയിം ദ ഇന്ത്യൻ എസ്തെറ്റിക് തിയറി ദാറ്റ് ഫോക്കസ് ഓൺ ദ ഇവോക്കേറ്റീവ് പവർ ഓഫ് ലാംഗ്വേജ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ധ്വനി തിയറിയാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡെറിവേഷണൽ മോർഫീം? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെസ് ഇൻ കൈൻഡ്നെസ്. കൈൻഡ് എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുള്ള
സഫിക്സ് ആയിട്ടുള്ള നെസ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിങ് റെഫേഴ്സ് ടു ദ വേരിയേഷൻസ് ഓഫ് എ ഫോണീം ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അലോഫോൺ. നെക്സ്റ്റ് വൺ, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് ദ മൾട്ടിപ്പിൾ മീനിങ്സ് ദാറ്റ് എ വേർഡ് മേ ഹാവ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, പോളിസെമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following refers to speech sounds produced with the complete or partial closure of the vocal tract, causing friction or turbulence? Option D ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, fricatives. Next question, which of the following refers to the overall pattern of stressed and unstressed syllables in a language? Option B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, rhythm. Next one, to which subgroups of the Indo-European languages does the language Persian belong? Option C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, Indo-Iranian. Next question, which language has contributed loan words to English related to philosophy, art and cuisine such as bon appetit and cul-de-sac? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫ്രഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, which of the following terms refers to the phenomenon in American English where the pronunciation of R sound is maintained in all contexts? Option A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, rhoticity. 79th question, in the sentence the cat chased the mouse, what is the syntactic function of the mouse? Option C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, direct object. Next one, which symbol in the International Phonetic Alphabet represents the voiceless velar stop sound as in the word cat? Option A, K ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഓപ്ഷൻ ബി ആണ്, ഈച്ച് ഓഫ് ദ ഗേൾസ് ഹാസ് ഹെർ ഓൺ ബാക്ക് പാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് യുബിക്വിറ്റസ് മീൻ? യുബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, present or found everywhere. Next, what is an antonym for the word abundant? Abundant എന്നുള്ളതിൻ്റെ antonym ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, scarce. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what word means the quality of being honest and having strong moral principles, moral uprightness? ഓപ്ഷൻ എ, integrity ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, after I get home from work, I often dash down for a nap before dinner. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ലൈ എന്നാണ്, ലൈ ഡൗൺ ഫോർ എ നാപ്പ് ബിഫോർ ഡിന്നർ. 86th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇഡിയം ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ മീൻ? ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്, ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി എന്നാണ് ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഐ ഡിഡിൻ ഡാഷ് ദ ആൻസർ? നോ എന്നുള്ള വേർബ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഫോം ഏതാണ് അവിടെ ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഡിൻ്റെ എന്ന് വന്നതുകൊണ്ട് തന്നെ വേർബിൻ്റെ ബേസ് ഫോം ചേർത്താൽ മതി. നോ എന്നാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വേർഡ്. ഡാഷ് ദ സ്വീറ്റസ്റ്റ് ഡോഗ്സ് ഇൻ ദ നൈബർഹുഡ്? ഓപ്ഷൻ സി, ദേ ആർ എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. നെക്സ്റ്റ് വൺ, റാം സ്പീക്സ് ലെസ് ഇൻ ദ ഫോറം, സോ റാം ഈസ് ഡാഷ്? ഓപ്ഷൻ ബി, റെറ്റിസെൻറ്റ് എന്നാണ് ആൻസർ. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് തന്നത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റൻസ് ഇങ്ങനെയാണ്, ആഫ്റ്റർ ദ റീച്ച് ദ ഹോട്ടൽ ദേ വിൽ ഇൻഫോം us. ദിസ് ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഇറ്റ്സ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ഡാഷ് ബുക്ക് ഐ മെൻഷൻഡ് ഡാഷ് ഇയർ എഗോ? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ദ എ. ദിസ് ഈസ് ദ ബുക്ക് ഐ മെൻഷൻഡ് എ ഇയർ എഗോ. നെക്സ്റ്റ് വൺ, ദ പ്ലേയേഴ്സ് റീച്ച്ഡ് ഡാഷ് ടൈം ദാറ്റ് ദ പ്ലേ സ്റ്റാർട്ടഡ് ഡാഷ് ടൈം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഇൻ ഓൺ. നെക്സ്റ്റ് വൺ, വാട്ട് ഡു ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഓഫ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഷോ? വാട്ട് ഹീ റോട്ട് ഈസ് ദ റൈറ്റ് ആൻസർ എന്നുള്ളൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ വാട്ട് ഹീ റോട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത പാർട്ട് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി, നൗൺ ക്ലോസ് ആണ്.
നെക്സ്റ്റ് വൺ, ഇറ്റ് ഡാഷ് റൈനിങ് സിൻസ് മോർണിംഗ്. ഓപ്ഷൻ ഡി, ഹാസ് ബീൻ. നെക്സ്റ്റ് വൺ, ദ മാച്ച് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. ഓപ്ഷൻ ഡി, കോൾഡ് ഓഫ്. നെക്സ്റ്റ് വൺ, രാധിക വാസ് ഡാഷ് ഷൈ ഡാഷ് കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 2. നെക്സ്റ്റ് വൺ, കൺവേർട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ടുമോറോ വി വിൽ മീറ്റ് സെഡ് ദ ടീച്ചർ ടു ദം. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദ ടീച്ചർ ടോൾഡ് ദം ദാറ്റ് ദേ വുഡ് മീറ്റ് ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹി ഹാഡ് ഡൺ ഇറ്റ്, ചേഞ്ച് ദ വോയിസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇറ്റ് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം. 99th ക്വസ്റ്റ്യൻ, സോ യു ആർ റിസൈനിങ് ദ ജോബ് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. REU എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ചേർക്കണമെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ RU എന്നല്ലേ ചേർക്കേണ്ടത് എന്ന് ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ RU ആണ് ചേർക്കുന്നത്. അതിൻ്റെ കേസ് എന്ന് പറയുന്നത് സോ വരുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ RU എന്ന് ചേർത്താൽ മതി. ഇവിടെ സോ വന്നിട്ടുണ്ട്, അപ്പോൾ RU എന്നാണ് നമ്മൾ ചേർത്തത്. സോ വരുന്ന കേസിൽ പോസിറ്റീവ് ടാഗാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോം ദ സെൻറ്റൻസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ മീനിങ്. എവ്രിബഡി ലവ്സ് ഹിസ് വീഡിയോസ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ആവാതെ ഈ ഒരു സെൻറ്റൻസിനെ ചേഞ്ച് ചെയ്യണം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഹൂ ഡസൻറ്റ് ലവ് ഹിസ് വീഡിയോസ്. മീനിങ് ചേഞ്ച് ആവാതെ നമ്മൾ സെൻറ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇത്രയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം സിലബസും കൂടെ നന്നായിട്ട് നോക്കിയിട്ട് വരുന്ന എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.